നിധി തേടിയിറങ്ങാൻ കേന്ദ്രം. ആഴക്കടലിൽ നിന്നും അസംസ്കൃത എണ്ണയും പ്രകൃതിവാതകവും കണ്ടെത്താനുള്ള ഉദ്യമങ്ങൾക്കായി സമുദ്രമന്ഥൻ എന്ന ദേശീയ സമുദ്ര പര്യവേക്ഷണ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 84,084 കോടി രൂപയുടേതാണ് പദ്ധതി. എണ്ണ, പ്രകൃതിവാതകം എന്നിവയുടെ ഇറക്കുമതി കുറച്ച് തദ്ദേശീയ ഉൽപാദനം വർദ്ധിപ്പിക്കാനാണ് നീക്കം. പര്യവേക്ഷണ കിണറുകൾ കുഴിക്കുക, ഉൽപാദനത്തിനു വേണ്ടിയുള്ള പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം. പദ്ധതി പ്രകാരം ആഴക്കടലിലും അതിതീവ്ര ആഴക്കടൽ മേഖലകളിലും കുഴിക്കുന്ന ഓരോ പര്യവേക്ഷണ കിണറിനും 650 കോടി രൂപ വരെ സർക്കാർ സഹായം നൽകും. പദ്ധതിയുടെ മൊത്തം അടങ്കലിന് പകുതിയിലധികം തുകയായ 43,200 കോടി രൂപ 2031 വരെ ആഴക്കടൽ ഖനനത്തിനായി നീക്കിവെക്കും. കുഴിക്കുന്ന എല്ലാ പര്യവേക്ഷണ കിണറുകളും വാണിജ്യപരമായ കണ്ടെത്തലിലേക്ക് നയിക്കണമെന്ന് നിർബന്ധമില്ല. ഉയർന്ന ചിലവും കാര്യമായ ഭൗമശാസ്ത്രപരമായ അപകട സാധ്യതകളും ഉൾപ്പെട്ട പ്രവർത്തനമാണിത്. പര്യവേക്ഷണത്തിലൂടെ കണ്ടെത്തിയ എണ്ണയും വാതക ശേഖരവും ഉൽപാദനത്തിലേക്ക് എത്തിക്കുന്നതിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾക്കായി 10,000 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ആഭ്യന്തര പര്യവേക്ഷണവും ഉൽപാദനവും ത്വരിതപ്പെടുത്തുന്നതിനും സാങ്കേതിക നേതൃത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും വീക്ഷിത് ഭാരത് എന്ന ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമുള്ള ഒരു നാഴികക്കല്ലായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കേന്ദ്രമേഖലാ പദ്ധതി അടയാളപ്പെടുത്തുന്നുവെന്ന് മന്ത്രിസഭാ പ്രസ്താവനയിൽ പറയുന്നു. സമുദ്രമന്ഥൻ 600 ദശലക്ഷം മെട്രിക് ടണ്ണിലധികം എണ്ണയ്ക്ക് തുല്യമായ കരുതൽ ശേഖരം വർദ്ധിപ്പിക്കുകയും കടൽ തീര പര്യവേക്ഷണ പ്രവർത്തനങ്ങൾ ഗണ്യമായി വർദ്ധിപ്പിക്കുകയും ഉയർന്ന ആഭ്യന്തര എണ്ണ വാതക ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുകയും വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് എന്നിവയ്ക്ക് കീഴിൽ തദ്ദേശീയ ഉൽപാദനം ശക്തിപ്പെടുത്തുകയും ഓഫ്ഷോർ സാങ്കേതിക വിദ്യകൾക്കും സേവനങ്ങൾക്കുമായി ആഗോളതലത്തിൽ മത്സര അധിഷ്ഠിതമായ ഒരു ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പര്യവേക്ഷണ ഉൽപാദന മൂല്യ ശൃംഖലയിലുടനീളം ഗണ്യമായ നിക്ഷേപങ്ങളെ ഈ പദ്ധതി ഉത്തേജിപ്പിക്കുമെന്നും വ്യവസായം, നവീകരണം, സാമ്പത്തിക വളർച്ച എന്നിവയ്ക്ക് ദീർഘകാല അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കമ്മ്യൂണിക്ക് പറഞ്ഞു. മന്ത്രിസഭയുടെ അഭിപ്രായത്തിൽ ഓഫ്ഷോർ പര്യവേക്ഷണ മൂല്യ ശൃംഖലയിലുടനീളം സമഗ്രമായ ഇടപെടലുകൾ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ഉയർന്ന നിലവാരമുള്ള ഭൂകമ്പ ഡേറ്റയുടെ വലിയ തോതിലുള്ള ഏറ്റെടുക്കൽ, സംസ്കരണം, വ്യാഖ്യാനം, ത്വരിതപ്പെടുത്തിയ ആഴക്കടൽ, അൾട്രാ ആഴക്കടൽ പര്യവേക്ഷണ ഡ്രില്ലിംഗ്, അതിർത്തി തടങ്ങളിൽ ശാസ്ത്രീയ ഡ്രില്ലിംഗ്, പൊതുവായ ഓഫ്ഷോർ ഉൽപാദനത്തിന്റെയും ഒഴിപ്പിക്കൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും വികസനം, സംയോജിത എണ്ണ വാതക ഉൽപാദന സേവന മേഖല സ്ഥാപിക്കൽ എന്നിവയും ഇത് നൽകുന്നു. രാജ്യത്ത് ഓഫ്ഷോർ പര്യവേക്ഷണവും ഉൽപാദനവും ത്വരിതപ്പെടുത്തുന്നതിന് ഒരു സംയോജിത ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുക, ഡിജിറ്റൽ പ്രോഗ്രാം മാനേജ്മെന്റ് ശേഷി വർദ്ധിപ്പിക്കൽ, സാങ്കേതിക വിദ്യ സ്വീകരിക്കൽ, പങ്കാളികളുടെ ഇടപെടൽ, അന്താരാഷ്ട്ര സമ്പർക്കം എന്നിവയ്ക്കുള്ള സമർപ്പിത വ്യവസ്ഥകളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ ദശകത്തിൽ അപ്സ്ട്രീം മേഖലയിലുടനീളം പരിവർത്തനാത്മകമായ പരിഷ്കാരങ്ങൾ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് മുഴുവൻ ഓഫ്ഷോർ വിസ്തൃതിയും പര്യവേക്ഷണത്തിനായി തുറന്നു കൊടുക്കുക, നിയമനിർമ്മാണ കരാർ ചട്ടക്കൂട് നവീകരിക്കുക, ദേശീയ ഡേറ്റാ ശേഖരം ശക്തിപ്പെടുത്തുക എന്നിവ ഉൾപ്പെടുന്നു. ഈ പരിഷ്കാരങ്ങളെ അടിസ്ഥാനമാക്കി തന്ത്രപരമായ പൊതുനിക്ഷേപം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, ലോകോത്തര അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയിലൂടെ സമുദ്രമന്ഥൻ ത്വരിതപ്പെടുത്തിയ കടൽ തീര പര്യവേക്ഷണത്തിന്റെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുമെന്നും കമ്മ്യൂണിക് വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.